അപ്പോൾ ഈ ടോമിനോട് പറയും, നീ ഇസ്രയേലിൽ നിന്നൊരു വിസ നോക്കാൻ പ്രതീക്ഷിക്കാൻ പറയും, എന്നിട്ട് ഡേറ്റ് ഇടാൻ പറയും. അതാരാ പറയണത്? വേറെ ആരും പറയണതല്ല, ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതാണ്. ഇവന് ഇസ്രയേലും അറിയാൻ പാടില്ല, ഇംഗ്ലീഷും അറിയാൻ പാടില്ല. നിങ്ങൾ നോക്കി, ഒരു മനുഷ്യൻ, അയാളൊരു പാവപ്പെട്ട മനുഷ്യനാണേ, അയാളെ കണ്ടാൽ നമുക്ക് സങ്കടം വരുമ്പോൾ. അയാൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. ചെറുതായിട്ട് പഠിച്ച കാലത്ത് എന്തോ പഠിച്ചെന്നല്ലാതെ അതിന് പ്രത്യേക സ്പെഷ്യൽ കോഴ്സൊന്നും എടുത്തിട്ടില്ല. ഇയാളോട് പറയണത് എന്താണ്? നീ ഇസ്രയേലിലെ ഒരു വിസ പ്രതീക്ഷിക്കാൻ പറയും. അപ്പോൾ ഉടനെ ഇവൻ എന്നാ പറയണത്? ആ ചേച്ചി പറയണമായിട്ട് നോക്കിയിട്ട്, ഇങ്ങനെ കിട്ടിയിരിക്കുന്ന ഉള്ളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ബോധ്യമായിട്ട് നോക്കിയിട്ട് തമ്മിൽ ലിങ്ക് ചെയ്ത് പറയും, കർത്താവേ, എനിക്ക് 7-ാം തീയതി ഇസ്രയേലിൽ നിന്നൊരു കോള് വേണം. 7-ാം തീയതി. ഇവന് ഇസ്രയേലും അറിയാൻ പോലെ, ഇസ്രയേലിൽ ആരും ഇവന് ഇല്ല, ഒരു ബന്ധവുമില്ല. ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിഷയം ദൈവം ടേക്കപ്പ് ചെയ്താൽ നമുക്ക് വേണ്ടിയിരുന്നത് വിശ്വാസം മാത്രമേ ഉള്ളൂ, ചലിക്കാത്ത വിശ്വാസം. ചില ആൾക്കാർക്ക് ഭയങ്കര ബ്ലെസ്ഡാണ്, അവർക്ക് വിശ്വാസത്തിൻ്റെ അത് ചലിപ്പുണ്ടാകത്തില്ല, വെള്ളം ചേർക്കാത്ത വിശ്വാസമാണ് ഇതിനകത്ത് വരുന്നത്. എന്നോട് പറയണത്, അവർ പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം, ടോയ് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം, ഞാൻ 7-ാം തീയതി ഫിക്സ് ചെയ്ത് കർത്താവിനൊരു ഡേറ്റ് ഇട്ട് കൊടുത്ത്, കർത്താവിന് എന്താണ് ഇത് പറഞ്ഞ്, എനിക്ക് ഇസ്രയേലിനൊരു കോൾ ഫോർ വേണം, അന്വേഷണം വേണം എന്ന്, 7-ാം തീയതി വേണമെന്ന്. അപ്പോൾ ഇവൻ 7-ാം തീയതി 10 മണിക്ക് നോക്കി, ഇല്ല, ആരും വരണില്ല, ഇസ്രയേൽ ആരും ഇല്ലല്ലോ. അതിനുവേണ്ടി ഏജൻസിയോട് പറഞ്ഞിട്ടുമില്ല, ആരുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. പക്ഷെ മനസ്സിലുള്ള ബോധ്യങ്ങളിൽ ആണ് ഇവൻ ജീവിക്കണത്. നിങ്ങൾ ഇന്ന് ചിന്തിക്കേ, മുകളിൽ പൂവും താഴെ വേറിയില്ലാത്ത ഒരു ആശയം മാത്രമാണ് ഈ മനുഷ്യൻ. ദൈവം ഈ മനുഷ്യൻ നയിക്കുന്ന രീതികൾ നോക്കണം. ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ വിശ്വസിച്ചാൽ ആ വിശ്വാസം കളങ്കമില്ലാത്താണെങ്കിൽ ദൈവം റെസ്പോണ്ട് ചെയ്യും. കളങ്കമില്ലാത്തൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കും, ഡ്യൂപ്ലിസിറ്റ് അല്ലാത്ത കളങ്കമില്ലാത്തൊരു വിശ്വാസം. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവ് ദൈവമേ, സഞ്ചരിക്കാത്ത ഒരു വിശ്വാസം, കളങ്കമില്ലാത്ത ഒരു വിശ്വാസം. അതായത് ഈ കളങ്കമുള്ള വിശ്വാസത്തിന് ഈശോ വിളിക്കുന്നത് ഹിപ്പോക്രസി എന്ന്. ദൈവത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. നമ്മൾ ഉടമ്പടി ചിലപ്പോൾ 3 പുതുക്കി കാണും, ചിലപ്പോൾ നിങ്ങളുടെ സിൽവർ ഗ്രേയിൽ കാണും, പക്ഷെ നിങ്ങൾ ഹിപ്പോക്രറ്റാണെന്ന് നോക്കണം. നാഥാനിയലിനെ കണ്ടപ്പോൾ ഈശോ പറഞ്ഞ കമൻറ്റ് ഭയങ്കര ശക്തമാണ്. നാഥാനിയലിനെ കണ്ടപ്പോൾ എന്താ പറഞ്ഞ? ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവുമില്ല. അതാണ് അസസ്മെൻറ്റ്. ഇങ്ങനൊരു അസസ്മെൻറ്റ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാര്യം ദൈവം വിലമതിക്കുന്ന ഒരു ക്യാരക്ടറാണത്. എന്താണ്? കളങ്കമില്ലാത്ത അവസ്ഥ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. യോഹന്നാൻ 1:47. യോഹന്നാൻ 1:47. നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പൊ ഈ ദൈവത്തിനൊരു കുഴപ്പം പണ്ടുമുതലേ ഉള്ളത്, ഈ യഥാർത്ഥവും ഡ്യൂപ്ലിക്കേറ്റും തമ്മിൽ എപ്പോഴും തിരിക്കും. കർത്താവിൻ്റെ കയ്യിൽ എപ്പോഴും ഉള്ള ഒരു വീശുമുറാം അവൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞില്ലേ? കർത്താവിന് മുമ്പ് വഴിയൊരുക്കാമെന്ന കക്ഷിയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത് കർത്താവിൻ്റെ കയ്യിലുള്ള ഉപകരണങ്ങളെക്കുറിച്ച് ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞു. കർത്താവ് ഇപ്പം ഞാൻ കാനഡയിൽ ചെന്നപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വസ്തുക്കളെല്ലാം ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞായിരുന്നു അവിടെ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന $, ഇത്ര $ഉണ്ട്, പിന്നെ ബാക്കിയുള്ള എന്തോ മരുന്നൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ ഡിക്ലെയർ ചെയ്തു. ഇതുപോലെ കർത്താവ് വരുമ്പോൾ കർത്താവിൻ്റെ കയ്യിലുള്ളതെല്ലാം ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയാണ് യോഹന്നാനെ വിട്ടിരിക്കുന്നത്. അതിനകത്തൊരു സാധനം വീശുമുറവാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ.
ലൂക്ക 3:17. ലൂക്ക 3:17. വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. കയ്യിലിരിപ്പ് പെസകാണെന്നാണ് ആദ്യം പറഞ്ഞത്. വിശുമുറം എന്നറിയാലോ, പേറ്റണം മുറാവും, പതിരും കതിരും തിരിക്കണം മുറ അവൻ്റെ കയ്യിലുണ്ടെന്നാണ്. അവൻ്റെ കയ്യിലുള്ള സാധനം ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. പൊട്ടന്മാരാരും ശ്രദ്ധിച്ചില്ലേ ശരിക്കും പറഞ്ഞാൽ. ആ വീശുമുറവുണ്ട്, വീശുമുറവ കയ്യിലും കണ്ട് ചിരവ് എന്തെങ്കിലും കയ്യിരിക്കട്ടെ, അതിന് എനിക്കെന്താണെന്നുള്ളതാണ് ഇത് വായിക്കണവന്മാർക്കുള്ള റെസ്പോൺസ്. വിശുമുറവാ. ഒരാൾ വരുമ്പോൾ തന്നെ അത് ഹിപ്പോക്രസിയാണ് സത്യമാണ് എന്നുള്ളവരെ സ്കാൻ ചെയ്യും. ഇതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ആളും തരവും നോക്കാതെ കർത്താവിൻ്റെ അടുത്ത് വന്ന പച്ചപ്പകൽ പണിമേടിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ എന്തെങ്കിലും ഉഡായിപ്പുണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് അനുദപിക്കണമെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം. വിശുമുറ അവൻ്റെ കയ്യിലുണ്ട്. ഇപ്പം നാഥാനിയേൽ വന്നപ്പോൾ തന്നെ സ്കാൻ ചെയ്ത്. ഞാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഇരുന്നപ്പോൾ എൻ്റെ കൂടെ വന്നത് എവിടെ മനോജ് അതിനുണ്ടായിരുന്നു. നിങ്ങൾ എവിടെയോ അടുത്തെവിടെയോ പോവുകയാണ്, ബാംഗ്ലൂർ എവിടെ പോവുകയാണ്. അപ്പോൾ ഉടനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് എൻ്റെ ഡ്രൈവറെ ഒക്കെ കൊണ്ടുപോയി. അപ്പോൾ ഡ്രൈവറിനോട് അപ്പോൾ ഞങ്ങളവിടെ ഗാലറി ഇരിക്കരുന്ന്. അപ്പോൾ ഉടനെ ഞാൻ എന്നാ സാറേ നിങ്ങളുടെ ബാഗ് നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് മനോജ് തപ്പി നോക്കണത്, പേഴ്സില്ല. പക്ഷേ അവിടെ സ്കാൻ ചെയ്യുന്ന സ്ഥലത്ത് നിന്നിരുന്ന പോലീസുകാരൻ ഇവിടെ വന്ന് പേഴ്സ് എങ്ങനെ അവിടെ എവിടെയോ പോയതാണ്, അത് ഇയാളുടേതാണെന്ന് എങ്ങനെ മനസ്സിലാക്കി? അവിടെ മുഴുവനും ക്യാമറയാണ്. നമ്മുടെ ഇവിടെ ക്യാമറ വെച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ ഒരുത്തരാണ് ഇവിടെ ഇരുത്തുന്നത്. അങ്ങനെയല്ല, അവരെ പലരവിടെ ഇരിപ്പുണ്ട്. ഓരോ ക്യാമറയ്ക്കും 24 മണിക്കൂർ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. ഇവൻ്റെ കയ്യിൽ നിന്ന് പേഴ്സ് പോണതും ഇവൻ തിരിച്ച് വന്ന് ഗാലറിയിൽ ഇരിക്കുന്നതും എല്ലാം അവരവിടെ റൂട്ട് ചെയ്തിട്ട് ഇവനെ വന്ന് പൊക്കി കൊണ്ട് സാധനം കൊണ്ടേ കൊടുത്തു. ഇതുപോലെ തന്നെ ഇത് മനുഷ്യന്മാർ പോലും ഇത്രയും സ്കാനിങ് ആണെങ്കിൽ ദൈവത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതാണ് ഒരാൾ വരുമ്പോൾ തന്നെ സ്കാൻ ചെയ്യും. എന്നിട്ട് പറയും, നഥാനിയേൽ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഇതാ ഒരു യഥാർത്ഥ ഇസ്രായേലിയൻ. അപ്പോൾ ഇതൊരു വിശ്വാസിയാണെന്ന് പറയുമ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസിയാണെന്ന് കണ്ടാൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ അല്ലേ? കമ്മ്യൂണിക്കേഷൻ, സന്ദർശനവും അതുപോലെ തന്നെ സംഭാഷണവും ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഒരു റിസൾട്ടാണ്, ഒരു ഫീച്ചറാണ്. ഉടമ്പടിയുടെ ഫീച്ചറാണ്. മറ്റ് പ്രാർത്ഥനകൾക്ക് ഇല്ലാത്തതും സർവ്വസാധാരണമായ ഉടമ്പടി കണ്ടുവരുന്നൊരു സംഭവമാണ് സന്ദർശനവും സംഭാഷണവും. അപ്പോൾ നിങ്ങൾക്ക് രോഗങ്ങൾ സുഖപ്പെടാം, നിങ്ങളെ സന്ദർശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ര വെടിപ്പായിട്ട് കണ്ടിട്ടില്ലെന്ന് എൻ്റെ അടുത്താണ്. അതത് ഒറ്റടക്കം പോകാത്ത കേസാണ്. നിങ്ങൾക്ക് ചില 10 കൊല്ലമായിട്ട് മക്കളില്ലായിരിക്കും. 10 കൊല്ലമല്ല, ഇപ്പോൾ ഇന്നലെയും കണ്ടപ്പോൾ 9 കൊല്ലം 10 കൊല്ലമൊക്കെയാണ് കൃപാസനത്തിൽ മക്കളുടെ നോർമൽ സാക്ഷ്യങ്ങളെന്ന് പറയണത്. പക്ഷേ ഈ കക്ഷികൾ ആരെങ്കിലും കർത്താവിനെ കണ്ടോ? കണ്ടിട്ടില്ല. എന്താ കാര്യം? കാണാൻ സമയമായിട്ടില്ല. സന്ദർശനവും സംഭാഷണവും വേറെ ഒരു സബ്ജക്റ്റാണ്, വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിന് വെടിപ്പ് വേണം. ഉടമ്പടി നമ്മളെ വെടിപ്പിലേക്ക് വിളിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇതാ ഒരു യഥാർത്ഥ ഇസ്രായേലിയൻ ഇവനിൽ. എന്താണ് യഥാർത്ഥം എന്ന് പറയാൻ കാര്യം എന്താണ്? ഈശോ അപ്പം തന്നെയും മനുഷ്യന്മാർ രണ്ടായിട്ട് തിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റും യഥാർത്ഥവും. അല്ലെ പിന്നെ പറഞ്ഞ കാര്യമില്ലല്ലേ? ഒരു ക്രിസ്ത്യനാണെന്ന് പറഞ്ഞാൽ പറയും, ഈശോ പറയും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയും. ക്രിസ്ത്യനാണ് പക്ഷെ കുന്നംകുളം സെറ്റാണെന്ന് പറയും. പണ്ട് കുന്നംകുളം സെറ്റ് തമ്മിൽ സാധനം ഉണ്ടായിരുന്നു. റേഡിയോ, TV എന്തെല്ലാം ഉണ്ടാക്കിയാൽ ശരി, എന്താണ് കുന്നംകുളംകാർ വേറെ ഒരു സാധനം ഉണ്ടാക്കും അവിടെ. അവരാണല്ലേ കേരളത്തിലെ ബിസിനസ്സുകാർ ആദ്യത്തെ. അപ്പം അതുകൊണ്ട് എല്ലാ സാധനവും അവർ ഉണ്ടാക്കുകയും ചെയ്യും, വിൽക്കുകയും ചെയ്യും. പണ്ട് ഫിലിപ്സ് റേഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫിലിപ്സ് റേഡിയോയുടെ ഡിസൈൻ മാറ്റിയ കുന്നംകുളംകാരും മാറ്റും.
ഇപ്പം കുന്നംകുളം ഇപ്പോൾ ചൈനീസ് സെറ്റ് അതൊക്കെ ഇന്ന് നമ്മൾ വിളിച്ചു പറയത്തില്ല, അതുപോലെ ഒരു ബ്രാൻഡായിരുന്നു പണ്ട് കുന്നംകുളം സെറ്റിനുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേൽ എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥ ഇസ്രയേലിൻ്റെ ഫീച്ചർ എന്താണ്? ഇവന് ഹീസ് നോട്ട് ഹിപ്പോക്രാറ്റ്. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത മറക്കത്തില്ല. മോശം ടൈം വന്നാലും യേശു തന്നെ കർത്താവ്. നല്ല കാലത്ത് യേശു കർത്താവും, മോശം ടൈം വരുമ്പോൾ പ്രാർത്ഥനയും ഇല്ല, പള്ളിപ്പോക്കും ഇല്ല, പത്രം കൊടുപ്പലും ഇല്ല, ഒന്നുമില്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. ഈ മോശം ടൈം ആരാ തരണത്? ആരാ തരണം? ഉടമ്പടിയിലായിരിക്കുമ്പോൾ മോശം ടൈം വന്നാൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണം. ഉടമ്പടിയിലായിരിക്കുമ്പോൾ മോശം ടൈം വന്നു കഴിഞ്ഞാൽ എന്താ കാര്യം? അതങ്ങനെ വരത്തില്ല. ലോകത്തുനിന്ന് അത് വരത്തില്ല, പ്രൊട്ടക്ഷനാണ്. പിന്നെ മോശം ടൈം വരികയാണെങ്കിൽ ദൈവം നിനക്ക് തരുന്നതാണ്. എന്താണ്? അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. പോരെ പോരെ അതാണ് സംഭവം. ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഒരാൾക്ക് മോശം ടൈം വരുന്നത് എന്തുകൊണ്ടാണ്? അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകണമല്ല, ദൈവം തരുന്നതാണ്. ഈശോയ്ക്കും മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ തുടങ്ങുന്നു. എൻ്റെ പേര് ഇസബെല്ല. ഞാൻ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2022 നവംബറിൽ ആണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. ആൻറ്റിയുടെ കൂടെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അന്ന് ഞാൻ ഉടമ്പടിയൊന്നും എടുത്തില്ലായിരുന്നു, ആൻറ്റിയുടെ കൂടെ വെറുതെ വന്നതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞു, നീ എക്സാം എഴുതാൻ പോകുന്നതിന് മുൻപായിട്ട് എന്നാൽ ഉടമ്പടി എടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ, അപ്പോൾ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉടമ്പടി എടുക്കാതെ ഞാൻ 2023 മെയ്യിൽ ഞാൻ കൊൽക്കട്ടയ്ക്ക് എക്സാം എഴുതാനായിട്ട് പോയിരുന്നു. 3 എണ്ണമാണ് എനിക്ക് എക്സാം എഴുതാനായിട്ട് അവിടെ സ്ലോട്ട് കിട്ടിയത്. പക്ഷേ ഞാൻ അതിൽ 1 എണ്ണം മാത്രമേ പാസ്സായുള്ളൂ, ബാക്കി 2 ഞാൻ ഫെയിലായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ ഉടമ്പടി എടുത്തിട്ട് മാത്രമേ ഞാൻ എക്സാം എഴുതാനായിട്ട് പോവുകയുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ ജൂൺ 14-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ജൂൺ 16-ാം തീയതി എനിക്ക് സ്പീക്കിങ്ങിന് B1 സ്പീക്കിംഗ് എക്സാമിന് ഡേറ്റ് കിട്ടിയിരുന്നു. അപ്പോൾ അതിന് മുൻപ് ഉടമ്പടി എടുത്തിട്ട് പോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ ജൂൺ 14-ാം തീയതി 2023 ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. 16-ാം തീയതി എക്സാം എഴുതി. ആ എക്സാം 100-ൽ 98 മാർക്ക് തന്ന് B1 ജർമ്മൻ എക്സാം മാതാവ് എന്നെ പാസ്സാക്കി. അതേപോലെ തന്നെ ഞാൻ കൊൽക്കട്ടയിൽ തോറ്റുപോയ ആ 2 എക്സാംസും ചെന്നൈയിൽ നല്ല മാർക്കോടുകൂടി തന്നെ മാതാവ് എന്നെ പാസ്സാക്കി. ഞാൻ എക്സാമിന് പോകുന്ന ടൈമിലായാലും ഉടമ്പടി ഉപ്പും കാശുരൂപവും തൈലവും ഉപയോഗിച്ചിട്ടായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നേച്ചത്. സ്പീക്കിങ്ങിൻ്റെ ടൈമിൽ ഞാൻ ഉടമ്പടി കാശുരൂപം മുറുക്കെ പിടിച്ചിട്ടായിരുന്നു ഇരുന്നേച്ചത്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അവർ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുകയും അവരോട് റെസ്പോണ്ട് ചെയ്യാനായിട്ടും എനിക്ക് സാധിക്കണമെന്നായിരുന്നു. പിന്നെ എൻ്റെ ലിസണിങ്ങും റീഡിങ്ങും എനിക്ക് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആയിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി കാശുരൂപം വെച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി അവിടെ കുരിശ് വരച്ചിട്ടാണ് ഞാൻ എക്സാമിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ആ 2 എക്സാമും എനിക്ക് പാടായിരുന്നു. പിന്നെ മാതാവിൻ്റെ കാരണം കൊണ്ട് മാത്രമേ ഞാൻ പാസ്സാവുള്ളൂ എന്ന് വീട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ B1 ഫുൾ മൊഡ്യൂൾസ് ഞാൻ പാസ്സായി. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള പ്രോസസ്സിങ് എല്ലാം പെട്ടെന്ന് തന്നെ നടക്കും എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഒന്നും നടക്കാതെ പിന്നെ 3-4 മാസം വെറുതെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നായിരുന്നു. അങ്ങനെ ഞാൻ സെപ്റ്റംബറിൽ വന്നിട്ട് എൻ്റെ ഉടമ്പടി ഒന്നും കൂടെ ഞാൻ ആദ്യമായിട്ട് ഞാൻ പുതുക്കി. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓൾറെഡി പ്രോസസ്സിങ്ങിന് കൊടുത്തിരുന്ന ആ ഏജൻസിയിൽ നിന്ന് ഞാൻ അവിടുന്ന് റീഫണ്ട് മേടിച്ച് വാങ്ങിയായിരുന്നു. എന്നിട്ട് വേറെ ഏജൻസി കൊടുത്തു. അപ്പോൾ ഞാൻ ആ 1ാമത്തെ ഏജൻസിയിൽ നിന്ന് മാറിയ സമയത്ത് എന്നോട് എൻ്റെ വേറൊരു ഫ്രണ്ട് വന്ന് പറഞ്ഞു, നീ അവിടുന്ന് മാറിയത് എന്തായാലും നന്നായി, അതൊരു ഫേക്ക് ആയിട്ടുള്ള ഏജൻസി ആയിരുന്നു, വെറുതെ പൈസ മേടിച്ചിട്ട് വെക്കുന്നതല്ലാതെ അവിടെ നിന്ന് പിള്ളേരാരും പോകുന്നുമില്ല. അതുമാത്രമല്ല അവിടുന്ന് പോയിട്ടുള്ള പിള്ളേരാണെങ്കിലും അവിടെ പെട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ രക്ഷിച്ചതാണെന്ന്. പിന്നെ ഞാൻ 2ാമത് ജനുവരി 2024 വേറൊരു ഏജൻസിയിൽ കൊടുത്തു. അവിടെ ഇൻ്റർവ്യൂസ് നടന്നു. ആ ഇൻ്റർവ്യൂസ് ഞാൻ പാസ്സായിരുന്നു. പക്ഷേ അപ്പോഴും എൻ്റെ പ്രോസസ്സിംഗ് ഒന്നും നടക്കുന്നില്ലായിരുന്നു. പേപ്പർ തടസ്സമായിരുന്നു, എനിക്ക് വിസ ഡോക്യുമെൻറ്റ്സ് ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ എൻ്റെ പേപ്പർ പ്രോസസ്സിങ്ങും നടക്കുന്നില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ അവിടെ നിന്നും റീഫണ്ട് വാങ്ങിച്ചു. എനിക്ക് ഇനി ടൈം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഞാൻ റീഫണ്ട് വാങ്ങിച്ചു.
റീഫണ്ട് അവിടെ നിന്ന് റീഫണ്ട് വാങ്ങിച്ച് ഞാൻ പോകുന്നു. അപ്പോഴത്തേക്കും എന്നോട് ബാക്കിയുള്ളവർ പറഞ്ഞു, പിന്നീട് ഞാൻ അറിയുകയും ചെയ്തു ആ ഏജൻസി പൂട്ടിപ്പോയെന്ന്. എന്തോ വിസ തട്ടിപ്പ് കേസിലായിട്ട് ആ ഏജൻസി പൂട്ടിപ്പോയി. പക്ഷേ ഞാൻ അവിടെ കൊടുത്ത പൈസ അവരെനിക്ക് റീഫണ്ട് തിരിച്ചു തരികയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ പ്രോസസ്സിങ് ചെയ്യുന്ന ആ ഏജൻസിയിലേക്ക് ഞാൻ എത്തിയത്. അത് എൻ്റെ ഒരു മിസ്സ് വഴിയിട്ടാണ്. അപ്പോൾ ആ മിസ്സ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും മാതാവിനോട് വിശ്വാസമുള്ളൊരു മിസ്സായിരുന്നു. അപ്പോൾ ആ മിസ്സ് എന്നോട് പറഞ്ഞു, നിനക്ക് എന്നാൽ ഞാൻ പഠിപ്പിക്കുന്ന ഏജൻസിയിൽ കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ആ മിസ്സ് പറഞ്ഞിട്ട് ഞാൻ ആ ഏജൻസിയിൽ, ഇപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന ആ ഏജൻസിയിൽ ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തു. എന്നിട്ട് പിന്നെ വന്ന് ഞാൻ ഉടമ്പടി രണ്ടാമത് പുതുക്കിയതിന് ശേഷം എനിക്ക് ഇൻ്റർവ്യൂസ് കിട്ടി. അപ്പോൾ ഇൻ്റർവ്യൂ കിട്ടി 2024 ഒക്ടോബർ ഇൻടേക്കിലോട്ട് എനിക്ക് ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ പോവാം എന്ന് പറഞ്ഞ് കിട്ടിയായിരുന്നു. പക്ഷേ അതിലും എനിക്ക് ഡിലേ കാരണം ഡോക്യുമെൻറ്റ്സ് ഒന്നും അപ്പോഴും വന്നിരുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആകെ ഭയങ്കര വിഷമത്തിലായി. പിന്നെ ഇനി പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പിന്നെ എന്നോട് ഫ്രണ്ട്സ് കുറച്ച് പേര് ചോദിച്ചു, എന്നാൽ പിന്നെ നിനക്ക് കൺട്രി മാറ്റിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. ഇത്രയും പഠിച്ചിട്ട് ഇനിയും വേറൊരു കൺട്രി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു അല്ലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ശക്തമായിട്ട് ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് പള്ളിയിൽ പോകാമെന്നോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനൊക്കെ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന ഒരു മൈൻഡ് സെറ്റിലോട്ട് വരെ ഞാൻ എത്തിയായിരുന്നു. അതിനുശേഷമാണ് ജോസഫ് അച്ഛൻ്റെ ടോക്ക് ഞാൻ ഇൻസ്റ്റയിലും അതേപോലെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഓരോ ടോക്ക് ഞാൻ കേൾക്കാൻ തുടങ്ങിയത്. അതായത് നമ്മളെന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് അത് ദൈവം നമുക്ക് തന്നില്ല എങ്കിൽ അതിൻ്റെ ഇരട്ടി നമുക്ക് ദൈവം തരാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അപ്പോൾ പിന്നീട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് ഓരോ ഇൻ്റർവ്യൂസ് കഴിയുമ്പോഴും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേച്ചേ, അതായത് എനിക്കത് വേണം, എനിക്ക് ഇത് തന്നെ, എനിക്ക് പാസ്സാവണം, എനിക്ക് ഈ സ്ഥലത്ത് തന്നെ പോകണം എന്നായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേച്ചേ. പക്ഷേ അച്ഛൻ്റെ ഈ ടോക്കിന് കേട്ടതിന് ശേഷം എൻ്റെ പ്രാർത്ഥന രീതി ഞാൻ മാറ്റി. മാതാവിനും ഈശോയ്ക്കും ഞാൻ ജർമ്മനിയിൽ നഴ്സിംഗ് ഏത് സ്കൂളിൽ പഠിക്കണം എന്നാണോ ആഗ്രഹം, എനിക്ക് അങ്ങോട്ടേക്കുള്ള എൻ്റെ കോൺട്രാക്റ്റും ഡോക്യുമെൻറ്റ്സ് എനിക്ക് തന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഡിസംബറിൽ എനിക്ക് 2 ഇൻ്റർവ്യൂസ് ആ ഏജൻസിയിൽ നടന്നു. അപ്പോഴും എനിക്ക് അത് തന്നെ വേണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല. മാതാവിൻ്റെയും ഈശോയുടെയും ഹിതത്തിന് വേണ്ടിയിട്ട് ഞാൻ വിട്ടുകൊടുത്തു. അങ്ങനെ എനിക്ക് ജനുവരി 1st വീക്ക് ആയപ്പോൾ തന്നെ ഇൻ്റർവ്യൂ പാസ്സായി 3 വീക്സ് ആയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ കോൺട്രാക്റ്റും ബാക്കിയുള്ള വിസ ഡോക്യുമെൻറ്റ്സ് എല്ലാം എനിക്ക് മാതാവ് തന്നു. അതിനുശേഷം വിസയ്ക്ക് വെക്കണം. അപ്പോൾ ഞാൻ മാതാവിനോട് ഞാൻ ചോദിച്ചു, എൻ്റെ അപ്പോഴത്തേക്കും 2ാമത്തെ ഉടമ്പടിയുടെ കാലാവധി തീർന്നായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, ഞാൻ ഇനി ഉടമ്പടി പുതുക്കണമെങ്കിൽ എന്നോടൊന്ന് പറയണേ മാതാവേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് മാതാവ് പുതുക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് തോന്നുന്നു. എൻ്റെ വിസ ഒരു ഡോക്യുമെൻറ്റിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അത് എൻ്റെ ജർമ്മനിയിലെ എംപ്ലോയർ എന്നെ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് തരുന്ന സാവ് ലെറ്റർ എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് ആയിരുന്നു. അത് വിസയ്ക്ക് മെയിൻ ഡോക്യുമെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് വെക്കാതിരിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ഡിഗ്രി കംപ്ലീറ്റ് ആയ കാരണം കൊണ്ട് ഞാൻ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്സും പിന്നെ മോട്ടിവേഷൻ ലെറ്ററിലും ഡിഗ്രിയുടെ കാര്യം എഴുതുന്നുണ്ട്. പക്ഷേ ഈ വിസയുടെ മെയിൻ ഡോക്യുമെൻ്റായ സാവ് ലെറ്ററിൽ അവർ ഡിഗ്രി ഇല്ല എന്ന ഓപ്ഷനാണ് ടിക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ആകെ ടെൻഷനായി. പിന്നെ എനിക്ക് മനസ്സിലോട്ടൊന്നും, ഞാൻ മാതാവിനോട് ചോദിച്ചായിരുന്നല്ലോ ഉടമ്പടി പുതുക്കണമെന്ന്, അപ്പോൾ അതിനുള്ളൊരു അടയാളമായിട്ടായിരിക്കും മാതാവ് തന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ഫെബ്രുവരിയിൽ വന്ന് എൻ്റെ ഉടമ്പടി 3ാമതും ഞാൻ പുതുക്കി. അതിനുശേഷം ഞാൻ അതിൻ്റെ പത്രപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പോയി പത്രങ്ങളൊക്കെ കൊടുത്തു. പിന്നെ അന്ന് തന്നെ ഞാൻ ഓൾഡ് ഏജ് ഹോമിലും പോയി അവിടുത്തെ അമ്മച്ചിമാരോട് സംസാരിക്കുകയും അവർക്ക് ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു. പിന്നെ എൻ്റെ മുമ്പിൽ വന്ന് യാചിച്ച ആൾക്കാർക്ക് എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ കൊടുക്കുകയും ചെയ്തു. അന്ന് ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം എന്നോട് ഏജൻസിയിൽ നിന്ന് ആ ചേച്ചി പറഞ്ഞു, എൻ്റെ വിസ അപ്പോയിൻമെൻറ്റ് മാർച്ചിലായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ മാർച്ചിലായിരുന്നെങ്കിൽ എനിക്ക് അധികം ടൈം എനിക്ക് കിട്ടില്ലായിരുന്നു. എനിക്ക് മാർച്ച് 10-ാം തീയതി ആയിരുന്നു VFS അപ്പോയിൻമെൻറ്റ് എടുത്തിരുന്നത്. പക്ഷേ അന്ന് എടുത്തിരുന്നെങ്കിൽ മാർച്ച് 27, 28 ആകുമ്പോഴത്തേക്ക് വിസ കൈ കിട്ടുള്ളൂ. അതിപ്പോൾ റിജക്ഷൻ ആയാലും അല്ലെങ്കിലും റിജക്ഷൻ ആയിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയില്ല എങ്കിൽ എനിക്ക് ഏപ്രിൽ 1 ക്ലാസ്സിന് എനിക്ക് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ഈ കാരുണ്യപ്രവൃത്തികളെല്ലാം ചെയ്ത് വീട്ടിലെത്തി അന്ന് തന്നെ ഏജൻസിയിൽ നിന്ന് എന്നെ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് VFS അപ്പോയിൻമെൻറ്റ് നേരത്തെ ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫെബ്രുവരി 21-ാം തീയതി ഞാൻ വിസയ്ക്ക് വെച്ചു. വിസയ്ക്ക് വെക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ പോകുന്നതിന് മുൻപ് തന്നെ ഉടമ്പടി കാശുരൂപം വെച്ചിട്ട് വിശ്വാസപ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി എൻ്റെ 25 ഡോക്യുമെൻറ്റ്സിലും ഞാൻ
പ്രാർത്ഥിച്ചു, കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ VFSലോട്ട് പോയത്. VFSലോട്ട് പോയപ്പോഴും ഞാൻ ഉടമ്പടി കാശ് രൂപം ഞാൻ കയ്യിൽ പിടിച്ചിരുന്നു. എല്ലാത്തിലും ഞാൻ മാതാവിനോട് ഞാൻ കൊടുക്കാട്ടോ മാതാവേ നോക്കിക്കോളണേ എന്ന് പറയുകയും ചെയ്തു. പിന്നെ എൻ്റെ ആ ഡോക്യുമെൻറ്റിലുണ്ടായിരുന്ന ആ ഒരു മിസ്റ്റേക്ക് അത് എൻ്റെ എംബസിയിൽ ചെക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അത് അവർ ശ്രദ്ധിക്കാതെ പോണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. കാരണം എനിക്കെന്ന് പറയുമ്പോഴത്തേക്കും ഡിഗ്രി ഉള്ള കാരണം കൊണ്ട് റിജക്ഷന് ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അവരെന്തെങ്കിലും റീസൺ നോക്കി റിജക്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു മിസ്റ്റേക്ക് കൂടി വന്നപ്പോഴത്തേക്കും ഞാൻ ആകെ ഭയങ്കര നെർവസ് ആയിപ്പോയി. അപ്പം ഞാൻ മാതാവിനോട് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അത് ആ മിസ്റ്റേക്ക് അവർ ശ്രദ്ധിക്കാതെ പോണേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാർച്ചിൽ തന്നെ എനിക്ക് 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ പാസ്പോർട്ടിൽ വിസ അടിച്ച് കിട്ടി. ഞാൻ ടിക്കറ്റ് എടുത്തു. ഏപ്രിൽ 1-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. പിന്നെ എനിക്ക് ഇതിനു മുൻപും ഞാൻ 10ഓളം ഇൻ്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ ടോപ്പ് സ്കൂളിൽ തന്നെയാണ് എനിക്ക് മാതാവ് നഴ്സിംഗ് പഠിക്കാനായിട്ട് എനിക്ക് അവസരം തന്നത്. എൻ്റെ സ്കൂളിൻ്റെ അണ്ടറിൽ തന്നെ 65ഓളം ഓൾഡ് ഏജ് ഹോംസ് ഉള്ള നല്ലൊരു സ്കൂളിൽ തന്നെയാണ് ഞാൻ നഴ്സിംഗ് പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ വീടുകളിൽ കയറി ഇറങ്ങി പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, മാതാവിനെ പറ്റി അറിഞ്ഞിട്ടുമുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഓൾഡ് ഏജ് ഹോമുകളിൽ പോവുകയും അവിടുത്തെ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയൊക്കെ കാണുകയും അവർക്ക് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ അധികം ഒരു ക്രിസ്ത്യാനി ആണെങ്കിലും അധികം അങ്ങോട്ട് വിശ്വാസ ജീവിതത്തിലോട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തി അല്ലായിരുന്നു. പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, വരുന്നു. അതല്ലാതെ വിശുദ്ധ കുർബാനയുടെ മഹത്വം അറിഞ്ഞൊന്നും ആയിരുന്നില്ലായിരുന്നു ഞാൻ ആദ്യമേ ഉണ്ടായിരുന്നത്. പിന്നെ ഉടമ്പടി എടുത്തതുകൊണ്ടല്ല, ഉടമ്പടി എടുത്ത് അതിൽ ജീവിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് എനിക്ക് വിശുദ്ധ കുർബാനയുടെ മഹത്വവും ബൈബിളിലതും എല്ലാം എനിക്ക് മനസ്സിലായതും അതനുസരിച്ച് ചെയ്യാനും സാധിച്ചത്. ബൈബിൾ വായന എന്നൊക്കെ പറയുമ്പോൾ പള്ളിയിൽ കുർബാനയ്ക്ക് എന്തെങ്കിലും വായിക്കുക എന്നല്ലാതെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ബൈബിൾ കൈകൊണ്ട് പോലും തൊടില്ലായിരുന്നു. ഞാനിപ്പോൾ ബൈബിൾ വായിക്കാതെ ഒരു ദിവസം പോലും കിടന്ന് ഉറങ്ങാറില്ല. അരമണിക്കൂർ ഞാൻ വായിച്ചിരിക്കും. അതേപോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ മതി, മാതാവിൻ്റെ പള്ളിയുണ്ട്. പക്ഷേ ഞാൻ പോവില്ലായിരുന്നു. എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ മടിയുള്ള കാരണം കൊണ്ട് ഞാൻ പോവില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് കുർബാന എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടത്തോടെ ഞാനിപ്പോൾ കുർബാനയ്ക്ക് പോകുന്നതും അതുപോലെ തന്നെ ബൈബിൾ വായിക്കുന്നതും. ഈശോയ്ക്കും മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. എൻ്റെ പേര് സബിത മനോജ്. ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാൻ ആദ്യമായിട്ട് വന്നത് ഡിസംബർ 15-ാം തീയതി 2023 വരുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. എൻ്റെ വീട്ടിൽ ആർക്കും ഞാൻ പോരുന്നതിൽ എതിർപ്പൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഏതായാലും ഉടമ്പടി എടുക്കാമെന്നൊക്കെ ഉള്ളതിൽ ഞാൻ പോന്നു. ഞങ്ങൾക്ക് ഒരു കുന്നിൻ്റെ മുകളിലാണ് ഞങ്ങളുടെ ഒരു വീടിരിക്കുന്നത്. ഞങ്ങൾക്ക് നടന്ന് കയറി പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എൻ്റെ ഭർത്താവിൻ്റെ കാലിൽ ഒരു ആണി കൊണ്ട് പഴുത്ത ഭർത്താവിന് നടക്കാനൊരു ശകലം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു ഒരു വീട്, റോഡ് സൈഡിലൊരു വീട് വേണമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ 5 വർഷം മുന്നേ അവിടെ ഒരു റോഡ് സൈഡിലൊരു സ്ഥലം മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടും പെര പണിയാനായിട്ട് അങ്ങ് സാധിക്കുന്നില്ല. അതിനുള്ള സാമ്പത്തികവും ഞങ്ങൾക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യത്തെ തവണ ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഒന്നും അങ്ങനെ വലിയ കാര്യമായ ഇതൊന്നും നടന്നില്ല. എങ്കിലും ഞാൻ രണ്ടാമതും വന്നു. ഒരു കൃത്യം 3 മാസം കൂടുമ്പോൾ ഞങ്ങളുടെ അവിടുന്ന് ഒരു ചേച്ചി ബസ്സിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ആൾക്കാരെ. ആ കൂടെ മുടക്കാതെ തന്നെ ഞാൻ ഇവിടെ വന്നു. രണ്ടാമത്തെ തവണ ഉടമ്പടി എടുത്തിട്ട് പോയി. 3-ാം തവണ ഉടമ്പടി പുതുക്കാൻ വരാണ്ട സമയം ആകാറായപ്പോഴത്തേനും എൻ്റെ മനസ്സിൽ മാതാവ് ഇങ്ങനെ തോന്നിപ്പിച്ചു, നീ പോയി ആ മേടിച്ച സ്ഥലത്ത് പോയി ഉപ്പ് വിതറാൻ. ഞാൻ അങ്ങനെ പോയി എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടെ പോയി ആ സ്ഥലത്ത് മൊത്തം ഞങ്ങൾ ഉപ്പ് വിതറിയിട്ട് വന്നു. ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് പോയി. 15 ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് വീട് പണിയാനുള്ള ഒരു പ്ലാനൊക്കെ ഇതായി. എന്നാൽ വീട് പണി തുടങ്ങിയേക്കാം എന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് പണിയാനുള്ള പൈസ അതിന് മാത്രം ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. അപ്പം എന്നാ ചെയ്യുന്നു, ഭർത്താവിൻ്റെ ആണെങ്കിൽ കാലും വല, അദ്ദേഹം വണ്ടി ഓടിക്കുകയാണ്. അപ്പം എന്നാ ചെയ്യുന്നു, എല്ലാം കൂടെ എങ്ങനെ ഓടിപ്പോകും, പിള്ളേർ പഠിക്കുന്നു, എല്ലാം കൂടെ ആകുമ്പോഴത്തേന് ആകെ ബുദ്ധിമുട്ടിലാണ്. എന്നാലും വേണ്ടില്ല, പണി തുടങ്ങാം, അല്ലെ അദ്ദേഹത്തിന് കയറി വരാനും ഒക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി. എന്നാൽ പണിതേക്കാന്ന് ഓർത്തുന്നപ്പോഴത്തേനും ഭർത്താവിൻ്റെ സുഹൃത്ത് പറഞ്ഞു, നീ കടമൊന്നും മേടിക്കണ്ട, ലോണും വെക്കണ്ട, നിൻ്റെ കയ്യിലുള്ള കാശ് നീ താ, ബാക്കി എത്രയാണെന്ന് വെച്ചാലും അത് ഞാൻ തന്ന് വീട് പണി പൂർത്തിയാക്കി തരാം എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ മാതാവ് തോന്നിച്ച് പറയിപ്പിച്ചതായിട്ടാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. വീട് പണി തുടങ്ങി, കുറ്റിയടിച്ചു. ഒരാഴ്ച കഴിയുമ്പോഴത്തേനും കല്ലിട്ടപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപം കല്ലിടുന്നതിന് വെച്ച് അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കട്ടള വെച്ചപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു.
അങ്ങനെ ഞങ്ങളുടെ വീട് പണി 5 മാസം കൊണ്ട് പൂർത്തിയായി. ഈ കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതി ഞങ്ങളുടെ വീട് പണി പൂർത്തീകരിച്ച് ഞങ്ങൾ കയറിത്താമസം വെച്ച് ഞങ്ങൾ അവിടെ എല്ലാവരും കൂടെ സന്തോഷത്തോടെ താമസിക്കാനും തുടങ്ങി. മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞാലും തീരില്ല. അത്രയും നല്ല അനുഗ്രഹമാണ് ഞങ്ങൾക്ക് തന്നത്. ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചാൽ എല്ലാ പണികളും പൂർത്തീകരിച്ച് നല്ല ഐശ്വര്യമുള്ള നല്ല മാതാവിൻ്റെ കൃപയെ നല്ലൊരു ഭവനമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അമ്മ മാതാവിന് 1000 നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഈ മകന് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. ഞങ്ങൾ ആദ്യം ഉടമ്പടി എടുക്കാൻ വന്നു കഴിഞ്ഞ് ഇവൻ 2ാം ട്രിപ്പ് ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മച്ചി ഞാനും കൂടി ഒന്ന് വരുന്നുണ്ട്, എനിക്കൊന്ന് കാണാനൊക്കെ ആയിട്ട് അമ്മച്ചിയുടെ കൂടെ ഞാനും പോരുവാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നു. അവൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി പുതുക്കാൻ പോയി. അത് കഴിഞ്ഞ് വന്ന് അവൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഇവന് ഇൻഫോ പാർക്കിൽ ഒരു ജോലി ലഭിച്ചു. 7 മാസം അവിടെ ജോലി ചെയ്തു. 6 മാസം അവൻ അവിടുത്തെ ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് അവിടെ ജോലി ചെയ്യുന്നു. മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് ഞങ്ങൾക്ക് ആ ജോലി ലഭിച്ചത്. അവനും സന്തോഷമായിട്ടിരിക്കുന്നു. എനിക്ക് 3 മക്കളാണുള്ളത്. ഭർത്താവും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി കാശുരൂപം കൈ പിടിച്ചാണ് എന്നും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥന ചെല്ലാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മാലയിൽ ലോക്കറ്റായിട്ട് ഒക്കെ ആയിട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തോണോ ഞാനെന്നും പ്രാർത്ഥന ചെല്ലാൻ എടുക്കുമ്പോൾ അത് കയ്യിലെടുക്കും. പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പം മാതാവിന് ഒരു ഉമ്മയും കൊടുത്തിട്ടാണ് ഞാൻ തിരിച്ചതൊരു പത്രമായിട്ടൊരു പാത്രത്തിലിട്ട് വെച്ച് സൂക്ഷിച്ച് വെക്കാറാണ് പതിവ്. അപ്പോൾ ഒരു ദിവസം ഞാൻ പ്രാർത്ഥന ചൊല്ലി വെച്ച് മാതാവിന് ഉമ്മ കൊടുത്തപ്പോൾ എൻ്റെ കൈ നിറച്ച് ചന്ദനത്തിൻ്റെ മണം. അന്നേരം ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കാതെ ഞാൻ ആ മണം കൈ നിറച്ച് മണമായിട്ട് മാതാവിനെ മണം. ഞാൻ ഓടിക്കൊണ്ട് എൻ്റെ ഭർത്താവിനെ അമ്മേനെയും കൊണ്ട് കാണിച്ച് അവരെ കൊണ്ട് ഞാൻ മണപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ചന്ദനത്തിന് തന്നെ മണമാണെന്ന് പറഞ്ഞു. അല്ല ഞാൻ തന്നെ പറഞ്ഞു ഇനി അവർ വിശ്വസിക്കാതെ വന്നാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ അവരെയും കൊണ്ട് കാണിച്ചു. അപ്പോൾ അവരും പറഞ്ഞു നല്ല ചന്ദനത്തിൻ്റെ മണം തന്നെയുണ്ട്, മാതാവ് വന്നതായിട്ട്. അങ്ങനെ തന്നെ ആദ്യം തന്നെ ഞങ്ങൾക്ക് മാതാവിൻ്റെ അനുഗ്രഹം ചന്ദനത്തിരിയിലൂടെയാണ് ലഭിച്ചത്. അങ്ങനെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. അമ്മ തന്ന അനുഗ്രഹങ്ങൾക്കല്ല, ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും എനിക്ക് യാതൊരുവിധ പേടിയും തടസ്സങ്ങളും ഒന്നും തോന്നാനില്ല. കാരണം മാതാവ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി പുതുക്കി എന്നിട്ട് ഇപ്പോൾ 5ാമത്തെ തവണ ഇന്ന് ഞാൻ പുതുക്കി. ഞാൻ വരാൻ തുടങ്ങിയിട്ട് 1 വർഷവും 4 മാസം ആയതേ ഉള്ളൂ. ഒറ്റ തവണ പോലും മുടക്കാതെ ഞാൻ കൃത്യം വന്ന് ഉടമ്പടി പുതുക്കി പോകുന്നുണ്ട്. അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ 5 വർഷമായിട്ട് പിള്ളേരുടെ കോളേജിൽ പോകുമ്പോൾ അവരുടെ കൂടെ അവർക്ക് ഒരു കൊച്ചിനും കൂടെ ഉള്ള പൊതി ഞാൻ 5 വർഷമായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കൊച്ചിന് കൊടുക്കാനായിട്ടുള്ള പൊതി ചോറ് ഞാൻ കെട്ടിക്കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും അവർക്ക് എന്നൊക്കെ പൊതി കെട്ടുന്നു അന്നെല്ലാം ഞാൻ ആ പിള്ളേർക്കും കൊടുത്തു വിടുന്നുണ്ട്. ഇതൊക്കെയാണ് അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളും എല്ലാം. അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. പത്രമൊക്കെയാണ് ഞാൻ എല്ലാം ഇവിടുന്ന് കിട്ടുമ്പോഴേ വേറെ ആരെ ഏൽപ്പിക്കാതെ ഞാൻ തന്നെ പോയി എല്ലാവർക്കും ഓട്ടോ സ്റ്റാൻഡിലോ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങുന്ന വഴിക്കെല്ലാം ബാഗ് വെച്ചുകൊണ്ട് പോവുകയാണ്. ബസ്സിലോ നടന്നു പോണ വഴിക്കോ എല്ലാവർക്കും പറഞ്ഞും പ്രവർത്തിച്ചുമൊക്കെയാണ് ഞാൻ പത്രമെല്ലാം വേറെ ആരെക്കൊണ്ടും കൊടുപ്പിക്കാൻ ഞാൻ തന്നെയാണ് എല്ലാം എല്ലാവർക്കും കൊടുക്കുന്നതും. എല്ലാം എന്നെ പറ്റുന്ന പോലെ ഞാൻ എല്ലാ മാസവും 3 മാസം കൂടുമ്പോൾ ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ 10-12 പേരെ വെച്ച് ഞാനിവിടെ കൊണ്ടുവരാറുണ്ട്. ഞങ്ങളെ ജെസ്സി ചേച്ചി എന്ന് പറഞ്ഞ ഒരു ചേച്ചിയാണ് ഇവിടെ കൃപാസനത്തിൽ പോരാനുള്ള വണ്ടി ബുക്ക് ചെയ്ത് കൊണ്ടുപോരുന്നത്. ആ ചേച്ചിയുടെ കൂടെ ഞാൻ ഇത്രയും ആൾക്കാരെയും കൂട്ടി 3 മാസം കൂടുമ്പോൾ ഞാൻ കൃത്യമായിട്ട് ഇവിടെ വരാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരാൻ തന്നെ കാരണം എൻ്റെ ഒരു കൂട്ടുകാരി നിമ്മി ചേച്ചിയാണ്. അന്നേരം പറഞ്ഞു സബിതേ വാ എൻ്റെ കൂടെ വാ നമുക്കൊരു ദിവസം പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തിൽ വരാൻ തന്നെ തീരുമാനിക്കുന്നത്. പിള്ളേരുടെയൊക്കെ പഠിത്തവും വീടിൻ്റെ കാര്യവും എല്ലാം ഭംഗിയായിട്ട് നടക്കണേ വാ എന്നാൽ വരാൻ പറഞ്ഞു. അങ്ങനെ ആ ചേച്ചി ഞാനും കൂടെയാണ്. അപ്പോഴാണ് ഈ ജെസ്സി ചേച്ചി ഇങ്ങനെ വണ്ടി കൊണ്ട് പോകുന്നുണ്ട്, എല്ലാ മാസവും അവർ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആ കൂടെ പോരുന്നുണ്ട്. അപ്പം 3 മാസം കൂടുമ്പോൾ എന്നെ പറ്റുന്നത്ര ആൾക്കാരെ ഞാൻ കൂട്ടിക്കൊണ്ടുമാണ് വരുന്നത്.